Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ഫോൺ കവർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ പുതിയൊരു ഫോൺ കവറിലാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ ഫോൺ കവറൊക്കെ ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ആദ്യം ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഫോൺ കവർ ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കോപ്പേജ് ടിഷ്യൂ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് നല്ല ഇമേജസൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഡെക്കോപ്പേജ് ടിഷ്യൂ ഇങ്ങനെ 2 ലെയറാണ് കേട്ടോ വരിക. ചിലപ്പോൾ 3 ലെയറായിട്ടും കാണാറുണ്ട്. നമ്മളെപ്പോഴും ഈ ഫസ്റ്റത്തെ ലെയറാണ് ഈ ആർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് ടിഷ്യൂ നമുക്ക് ഇപ്പോൾ ബോട്ടിലൊക്കെ ഒട്ടിച്ചെടുക്കാനാണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലവർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. ബോട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ആ ഫ്ലവറിൻ്റെ പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഞാൻ 2-3 വീഡിയോ അതിൻ്റെത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് കവറിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം മെയ്ഡ് മോഡ് പോഡ്ജ് ഉണ്ടാക്കിയെടുക്കുക. അത് 2:1 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റിൽ കുറച്ച് ഏരിയയിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഏരിയയിൽ അങ്ങനെ പാർട്ടായിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒരുമിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ടിഷ്യൂ വെച്ച് കൊടുത്താൽ റിങ്കിൾസും എയർ ബബിൾസും ഒക്കെ വരും. ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. വളരെ തിന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതും ഒട്ടിച്ചെടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ടിഷ്യൂ ഒട്ടിച്ചെടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അതിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കുക. സൈഡ്സ് ഒട്ടിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് ഞാനൊരു സാൻഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്.
ഇത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഭാഗം അവിടെ ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ കൈ വെച്ചിട്ട് പിന്നെ റിമൂവ് ചെയ്തെടുത്താൽ മതി. ഇതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് റിമൂവ് ചെയ്തെടുത്താലും മതി. ഇനി ആ ക്യാമറ വരുന്ന ഭാഗവും ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാമലിൻ്റെ പിക്ചർ വാർണിഷാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പ്രേ വാർണിഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ വാർണിഷ് ചെയ്യുമ്പോൾ വൈറ്റ് കളറുള്ള ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കളറുള്ള ഏരിയ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു കോട്ടും കൂടെ വാർണിഷ് അപ്ലൈ ചെയ്ത് ഉണക്കിയെടുക്കുക. കവറിൻ്റെ എല്ലാ സൈഡും ഒക്കെ നന്നായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു വാട്ടർ പ്രൂഫ് കവറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30 നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.